അതല്ലേ ചോദിക്കണ നിൽക്കണ്ട മക്കളെ. കണ്ണൂത്ത് അല്ല, അതിന്റെ അറ്റ ഭാഗത്താണ്. അറ്റോതറിയില്ല. കുതിരയെ ഞങ്ങളെ ഓടിപ്പിക്കുമോ? കേട്ടോ, ഇതാണ് കുതിര. അയ്യോ, തീരെ കാണുന്നില്ലേ? അയ്യോ. അപ്പോൾ നമ്മൾ കുതിരേനെ കണ്ടു. കുതിര എന്നൊന്നും ചെയ്യരുത്. അയ്യോ, പേടിക്കണ്ട ഗൈസ്. കുതിര വെറുതെ ഷോ കാണിച്ചതാണ്. അതെ, ഒന്നുമില്ല ഗൈസ് ഇവിടെ. ഇങ്ങോട്ട് നോക്കോ, പിന്നെ എങ്ങോട്ടെങ്കിലും നോക്കോ. ഈ ക്യാമറയുടെ ബാക്കിൽ ഞാനുണ്ട് ഗൈസ്. പക്ഷെ ആരും എന്നെ കാണില്ല. ഹലോ, ആ കുതിര, ആ ഒട്ടകത്തിന് ജീവൻ ഉണ്ടായിരുന്നു. കോട്ടയ്ക്ക് പോവാണ്. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ. പക്ഷെ എന്റെ ക്യാമറയായ കാരണം കിരൺ ചേട്ടന്റെ ക്യാമറ ഞങ്ങളെ പറ്റിച്ചു ഗൈസ്. ഫോൺ ഓഫായി. ഇതാണ് ആമപ്പാറ. ഇവളായിട്ട് ഉണ്ടാക്കിയ പേരാണ് ആമപ്പാറ ഇതിന്റെ പേര്. ഓക്കെ, മനസ്സിലായില്ലേ? എന്നെ പറ്റിക്കാൻ നോക്കിയത് അതൊന്നും എനിക്കറിയില്ല. ഞാൻ വെറുതെ കള്ളം പറഞ്ഞത്. ഇല്ല, അവരെയൊന്നും പെടില്ല. അയ്യോ, ഒന്നും കാണുന്നില്ല. അടിച്ചു പോയി. ഓക്കെ, ഇതിലൊരു ആണി അടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ആണി ഒന്ന് തപ്പി നോക്കിയാലോ? ആണി ഇത് ചെറിയ മരായിരിക്കുമ്പോ ആണി അടിച്ചാ അത് ആണിയും വളർന്നിട്ടുണ്ടായിരിക്കാം. മേ ബി ഇവക്ക് ഈ വീഡിയോ കാണുന്ന ഉഷ ചേച്ചിമാർക്ക് ഇവള് കൊറേ നേരമായിട്ട് നിങ്ങളെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഓ, ഈ മരം കാണാൻ നല്ല രസമുണ്ട്. ഇവളുടെ തള്ളു കേട്ടിട്ട് നിങ്ങൾ എന്റെ വീഡിയോ കാണാണ്ടിരിക്കരുത്. നമുക്ക് ഇങ്ങനെ ഒരു പൂള് വരുന്നുണ്ട്. അയ്യോ, ഈ സീറ്റ് കണ്ട? ഈ സീറ്റ് വെറൈറ്റി സീറ്റാണ്. അതെ, ഈ ഫോണായ കാരണം കാണൂല. മീൻകുട്ടി കണ്ടില്ല? മീൻകുട്ടി ഉണ്ട്. വെറുതെ തള്ളാണ്. മീനാണ് ബ്രാലിന്റെ കുട്ടിയാ. അല്ലല്ല, അല്ല ബ്രാലിന്റെ കുട്ടിയത്. ആ സാധനം കണ്ട? അതാണ് എന്താ പൂഴി അരിക്കാനുള്ള നെറ്റാണ്. പൂഴി അരിക്കാനുള്ള നെറ്റാണ് കേട്ടോ ഇത്. അവർക്കറിയില്ലല്ലോ രണ്ട് സൈക്കോകളാണ് ഇതൊന്നും. ഇല്ലല്ല, ഇത്രയും നല്ല കുട്ടീനെ നമ്മള് നേരത്തെ മുകളിൽ നിന്നിട്ട് വീഡിയോ എടുത്തപ്പോ താഴെ ഒരു സ്പോട്ട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ സ്പോട്ടാണ്. നമ്മളിനി ഇങ്ങനെ വിട്ട് അങ്ങനെ വരും അല്ലേ? എങ്ങനെയൊക്കെയോ കേറാം.
അതെ എനിക്ക് കേറാം. നമ്മൾ നേരത്തെ ഇതിന് മുടി കയറിണ്ടായിരുന്നു. ആ നമ്മള് വന്ന വഴിക്കന്നെ പോണേ. അല്ല, നമ്മള് വേറെ വഴിക്കാം. അപ്പുറത്തെ വഴിയുണ്ട്, അപ്പുറത്ത് വേറെ വഴിയുണ്ട്. ഇതാണ് സെൽഫി സ്പോട്ട്. ഇവിടെ നിന്നിട്ട് സെൽഫി ഒക്കെ എടുക്കാം. ഇവിടെ എന്തോ ഒരു ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കുഴി. അതുകൊണ്ടാണ് ഇവിടെ സെൽഫി എടുക്കാന്ന് പറഞ്ഞത്. സെൽഫി എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഇവിടെ നിന്നിട്ടാണ് നമ്മൾ നേരത്തെ നോക്കിയത്. ഇവിടെ നിന്ന് മാത്രം സെൽഫി എടുക്കാന്ന്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒന്ന് വന്ന് കണ്ടു നോക്കും. പക്ഷെ ആരും വരണ്ട. നമ്മളവരെ മൈൻഡ് ചെയ്യാണ്ടിരുന്നോ? ആരും അവരെ ശല്യം ചെയ്യാൻ കഷ്ടപ്പെട്ട് വരുന്നതാണ്. പിന്നെ അവിടെ ഒരു കമ്പി കണ്ടില്ലേ? ഞാനവിടെ ആ കമ്പി കൂടെ പോകും. ശരിക്ക് ഒരു കാടിന്റെ ഉള്ളിലൊക്കെ വന്നൊരു ശീലില്ലേ, അതുണ്ട് ബാക്ക് സൈഡ്. ഇത്രയും നല്ല സ്ഥലം നമ്മുടെ തൃശ്ശൂർ ഉണ്ടായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് അറിയണത്. സോറി, ആദ്യമായിട്ടല്ല അറിയണത്, ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ബിക്കോസ് നമുക്ക് പേടിയാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരാൻ. എനിക്ക് പേടിയാണ് കേട്ടോ. നമ്മള് വരുമ്പോ കപ്പിൾസ് ഇറങ്ങി ഓടുക ആദ്യം. നമ്മള് സൈറം മുഴക്കിട്ട് വരണേ. ഇതിന്റെ ഉള്ളിൽ ഒരു ടാങ്ക് ഒക്കെ ഉണ്ട് ഗൈസ്. അവിടെ ഒരു ടാങ്ക് ഉണ്ട്, കാണാനുണ്ടോ? അതൊരു ടാങ്കാണ്. സത്യം പറഞ്ഞ ഈ മരത്തിന്റെ പേര് കൊമ്പുമല. ഇത് നമ്മുടെ മറ്റേ മുള്ളാനിപ്പപ്പന്റെ സംഭവമാണ്. എന്താ മുരിക്കാണിത്? മുരിക്ക് നമ്മുടെ എന്താണ്, എന്തായിരുന്നു സിനിമയുടെ പേര്? മീശ മാധവനിലെ മാധവന്റെ കാലില് മുരിക്കാണ്. പപ്പന്റെ കാലുമ്മ കയറിയിട്ടുള്ള മുരിക്കാണ് ഗൈസ്. ആരുടെയൊക്കെയോ കാലുമ്മ കയറിയിട്ടുള്ള മുരിക്കാണ്. ഓ, ഇങ്ങനെ ഇവിടെ ഇതേലൊരു സ്പേസ് ഉണ്ട്. ആൻഡ് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞ് ഇവിടെ നിൽക്കുക നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് പാമ്പുണ്ടോ എന്ന് നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, പാമ്പുണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഇവിടെ ഓരോ സ്പോട്ടിലും ഓരോ കപ്പിൾസ് കയറി ഇറങ്ങുന്നതുകൊണ്ട് പാമ്പുകളൊന്നും ഉണ്ടാവാം. ഇവിടെ ആൾക്കാരൊക്കെ വരണ സ്ഥലമാണ്. അത് കാരണം നമുക്ക് ഈ ഫോണില് തൃശ്ശൂരുള്ള ആൾക്കാർ എന്തായാലും വന്ന് കാണണം. നമ്മള് മാത്രമേ കാണാത്തുള്ളൂ. ഓക്കെ, ഞങ്ങളെ പോലെ ആരെങ്കിലും ഇതുവരെ കാണാത്തതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വന്ന് തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. അപ്പൊ അവര് ഓടും. കപ്പിൾസിനെ നോക്കരുത്. രണ്ടുപേരും അങ്ങനെ പലതും പറയും. അല്ല, അവർക്കൊരു ചമ്മല് വരും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇവരങ്ങനെ പറയും, കാരണം ഇവര് സിംഗിൾസിന് അങ്ങനെയൊക്കെ പറയാം. ഞാൻ സിംഗിൾ ആണ്, പക്ഷെ ഭാവിയിൽ ആവശ്യം വരുന്നൊക്കെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഓക്കെ. നമ്മള് മാത്രം. ഇവളെന്തിനാ പറയണത്?
ഓ നല്ല ഭംഗിയുള്ള ഒരു സ്പോട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ നിന്നിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇവിടെ നല്ല ഭംഗിയിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നൊരു സ്പോട്ടാണ് വന്നിട്ടുള്ളത്. അതെ, ഈ കുട്ടിയെ സിംഗിളാണ്. ഈ കുട്ടിക്ക് അതിൻ്റെ നല്ല വിഷമമുണ്ട്. അപ്പോൾ ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ മോശം സ്വഭാവമാണ്. അതെ അതെ, എനിക്ക് വേണമെങ്കിൽ നോക്കാം. ഓ ഇതെന്താ എടുത്തിട്ട് നേരെ പുഴുങ്ങിട്ട് കഴിക്കാം. ചോളാണത്. ഇതൊരു തരം ചോളാന്നൊക്കെ പറയണത്, പക്ഷേ ചോളാണത്. പുഴുങ്ങി കഴിക്കാം. സത്യമായിട്ടും ഗൈസ് ചോളാണത്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പൊട്ടിക്കുക, വീട്ടിൽ കൊണ്ടുപോവാ, പുഴുങ്ങാ, തിന്ന. എന്റെ പേര് പറയരുത്. അങ്ങനെ നമ്മുടെ സ്പോട്ട് കഴിഞ്ഞിരിക്കാണ്. ഇനി കഴിഞ്ഞേ, ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം ഗൈസ്. ഒരു കമ്പിയും ഇല്ല, നമ്മൾ ഇനി വീട്ടിലേക്ക് പോകുന്നു. ഈ ചീഞ്ഞ കടയെന്നാ ചായ കുടിക്കണേ? അവിടെ ഒന്നുമില്ല, പുറത്തേക്ക് പോണതാ. എന്തായാലും നമ്മുടെ സ്പോട്ടൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്, ഓക്കെ. നമുക്കിനി ഒരു ചായയാവാം. ഇവിടെ ഒരു കുഞ്ഞി കട ഉണ്ട്. ഓക്കെ, ചായയല്ല അല്ലേ? ഐസ്ക്രീം ഉണ്ടോ? ഇവിടെ ആകെപ്പാടുണ്ട്. അവിടെ ഒന്നില്ലേടി, ഞാൻ പോയി നോക്കി. ഇവിടെ നമ്മൾ വന്നപ്പോൾ ആകെ 2 കടയെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആ 2 കടയിലും ചായയും ഇല്ല, കഴിക്കാനൊന്നുമില്ല. കഴിക്കാൻ എന്തോ ചിപ്സ് എന്തോ 2 സാധനങ്ങൾ കണ്ടു. അല്ലാണ്ട് വലിയ മെയിനായിട്ടൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ചിലപ്പോൾ മേ ബി അവർ ഈ കട ക്ലോസ് ചെയ്യാൻ പോവുമായിരിക്കും തോന്നുന്നു. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. മേ ബി ഇങ്ങനെ ആൾക്കാർ വരുന്ന സ്ഥലത്ത് കട തുടങ്ങുകയാണെങ്കിൽ കച്ചവടം ഉണ്ടാവുമെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നിങ്ങൾ തുടങ്ങണ്ട കേട്ടോ. ഓക്കെ, ഇവിടെ വരുന്നവർക്ക് എന്തിനാ ഫുഡ് വേണ്ട, വീട്ടിൽ നിന്ന് കൊണ്ടുപോവാ ഫുഡ്. നിങ്ങൾ എങ്ങനെ കട തുടങ്ങിയാലുണ്ടല്ലോ. അതെ. ഓ ഇതിപ്പോ ഇത് വേറൊരു സ്പോട്ടാണ് വന്നേക്കണത്. എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ, എനിക്ക് തോന്നുന്നു. ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങണുണ്ട്. അവിടെ പ്രേതമുണ്ട് ഗൈസ്. പ്രേതം പിടിക്കൂട്ടാ, പ്രേതം പിടിക്കും.